ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ പട്ടാമ്പിയിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ പട്ടാമ്പിയിൽ എക്സ്പോ നടക്കുന്നുണ്ട് കാരണം അപ്പോൾ നേർച്ചയുടെ മുന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എപ്പോഴും ഇപ്പം നേർച്ചയൊക്കെ കഴിഞ്ഞിട്ടും അവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെയൊക്കെ അങ്ങനെ നമ്മൾ പട്ടാമ്പിയിലേക്ക് പോവുക പറഞ്ഞപ്പോൾ അങ്ങനെ മൈലസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. വലിയൊരു സംഭവമൊന്നുമല്ല, എന്നാലും കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ ഒരു എക്സ്പോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്മോ എന്താ നല്ല ഹാപ്പിയിലാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. പിന്നെ ഇവിടെ നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ട് കുട്ടികളും വലിയവരൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ മോനിക്ക് റൈഡിൽ കയറണം പറഞ്ഞപ്പോൾ അതാ പൊന്നു ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ പൊന്നും ഇച്ചുമോനും കൂടിയിട്ട് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നേർച്ചയുടെ കുറച്ച് ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷേ നേർച്ച കഴിഞ്ഞിട്ടും നല്ല തിരക്ക് തന്നെയാണ്. പിന്നെ മിന്നു ഒന്നിലും കയറുന്നു ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അവൾക്ക് ചെറുതായി പനിയൊക്കെ ഉണ്ട്, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഒന്നിലും കയറാൻ നിന്നിട്ടില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ ഞങ്ങളങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടു. അപ്പോൾ ഇത് കാടമുട്ട ഫ്രൈ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊന്ന് വാങ്ങി നോക്കിയിട്ടോ. അപ്പോൾ മിന്നു കഴിച്ച് നോക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സാധാ മുളകൊക്കെ പുഴുങ്ങിയത് ഇഷ്ടമുള്ളവർക്കൊക്കെ ചിലപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ടാവും. അങ്ങനെ ഇതാ പൊന്നുൻ്റെ ഇഷുവിൻ്റെ ഒക്കെ റേറ്റിൽ പോലൊക്കെ കഴിഞ്ഞതാ. ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് നോക്കി കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ തിരിച്ച് പുറത്തേക്ക് പോവാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് നെസ്റ്റോയിൽക്കാണ് കേട്ടോ. അപ്പോൾ നെസ്റ്റോ ഓപ്പൺ ആയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്, അതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് പെട്ടെന്നുള്ളൊരു വരവായത് കൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പോരുന്നത്. പക്ഷേ നോമ്പിന് കുറേ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ലിസ്റ്റിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഞാൻ കണ്ട് പറഞ്ഞു നമുക്കൊന്നും വാങ്ങൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് ഒന്ന് പോരാ, പിന്നെ ഒരു ദിവസം വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം, ഇനി കുറേ സാധനങ്ങളൊക്കെ നോക്കി എഴുതൊക്കെ വേണ്ടേ, എന്നിട്ട് പിന്നെ സാവകാശം വന്നിട്ട് വാങ്ങാമല്ലോ. പിന്നെ നാളെ കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിൻ്റെ പിന്നെ ടൈം പോകുന്നതൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ.
സ്റ്റോറിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ പൊന്നൂന് ജിലേബി വേണം പറഞ്ഞിട്ട് ശർക്കര ജിലേബി. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊരിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുബൂസും അൽഫാമാണ് ഫുഡായിട്ട് വാങ്ങിയത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കടയിൽ കയറി കഴിക്കുകയാണെങ്കിൽ ടൈം പോകുന്ന കഴിഞ്ഞിട്ടുണ്ടാകും വാങ്ങിച്ച് വന്നത്. കാര്യം നാളെ കുട്ടികൾക്ക് എക്സാം അല്ലേ, അപ്പോൾ നേരത്തെ കിടക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരക്ക് പിടിച്ച് അങ്ങനെ പോരും ചെയ്തിട്ടോ. സാധനങ്ങളൊന്നും പിന്നീട് ഒരു ദിവസം പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറ്റിയെങ്കിൽ അപ്പോൾ വീഡിയോ എടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള അൽഫാമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നിഷ്മോ നല്ല ഹാപ്പിയിലുണ്ട്. അവനക്കൊക്കെ അന്ന് കളർ പെൻസിൽ വാങ്ങിയോണ്ട് അതിൻ്റെ പൊലിവിനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഉണ്ടാവും എന്നൊന്നും അറിയില്ല. കുറച്ച് കഴിഞ്ഞ് എവിടെയെങ്കിലൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ പൊലിവ് മാറോളം അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെല്ലാവരും ബൈ.